ഹലോ, രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കപ്പ് ചായയായിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയും അച്ഛനും ലാലങ്ങളും കൂടെ കാറ് കഴുകാമെന്നും പറഞ്ഞ് വന്നത്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് കാറ് കഴുകേണ്ട, മഴയാണ് ഇനിയും ചെളിയാകുമെന്ന്. പക്ഷേ കേട്ടില്ല. ഇതിൻ്റെ വാട്ടറിൻ്റെ പ്രഷർ കുറവാണെന്നും പറഞ്ഞ് അമ്മ അതിൻ്റെ ടെക്നോളജിയൊക്കെ അച്ഛന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അച്ഛനാണ് സംഭവം കൊണ്ടുവന്നത്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം കൂടെ ചേർത്ത് ഇങ്ങനെ പുഴുങ്ങിയ പുട്ടാണ് കേട്ടോ. അരിപ്പുട്ടും റാഗി പുട്ടും ഉണ്ട്, പിന്നെ മുട്ട പുഴുങ്ങിയതുകൊണ്ട്. ആകെ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ ഫ്രണ്ട് റൂമിലേക്ക് വന്നു. അപ്പോൾ ലച്ചു മാമൻ്റെ പ്ലേ സ്റ്റേഷനകത്തൊരു ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞ് കളിക്കാൻ തുടങ്ങി. ഇന്നലെ ലച്ചുവിന് ജലദോഷമായിരുന്നു, മാറിയിട്ടൊന്നുമില്ല. ഇന്ന് പാറുവിന് ജലദോഷമായിട്ടുണ്ട്. ജലദോഷമല്ല കേട്ടോ, അലർജിയുടെ പ്രശ്നമുണ്ട് ഇവർക്ക് രണ്ടിനും. അങ്ങനെ അതിൻ്റെ ക്ഷീണമാണ് രണ്ടുപേർക്കും കാണുന്നത്. നമ്മളങ്ങനെ കല്യാണത്തിന്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ കല്യാണത്തിന് വന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണം ഇവിടെ വെച്ചാൽ നടന്നതെന്ന്. ഇതാണ് സ്റ്റേജ്. അച്ഛൻ തോ അവിടെ നിൽപ്പുണ്ട്, ആ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഈ സ്റ്റേജൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കും. അതാ പെൺകുട്ടി വരുന്നുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ സ്ക്രീനിനകത്തുനിന്ന് വിഷ്വൽസ് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളൊക്കെയാണ്. ഇവിടെ പ്രാർത്ഥന ചൊല്ലുന്ന ഈ അങ്കിൾ തന്നെയാണ് എൻ്റെ കല്യാണത്തിനും പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇനി താലികെട്ട്, മാലയിടിയിൽ, അങ്ങനത്തെ ചടങ്ങുകളൊക്കെയാണ് ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രാൻഡ് ഹൈനസ് കൺവെൻഷൻ സെൻ്ററാണ്, 1000 തെങ്ങ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ 2-3 ടിഷ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടുപേർക്കും ജലദോഷം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുവച്ചപ്പോൾ ഉടനെ പാറുവിന് ലച്ചുവിനെ ഇല തുടയ്ക്കണം. അങ്ങനെ തുടച്ചു. എന്നിട്ട് കറികളൊക്കെ വന്നു. ഓരോ കറികളും പറയണം എന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് പേരൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ചോറ് വന്ന്, പരിപ്പ് വന്ന്, പപ്പടം പൊട്ടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞൊന്നുമില്ല, അതിനിടയ്ക്ക് പായസങ്ങളൊക്കെ വന്നു. പിന്നെ വൈകിട്ട് കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. ഈ വൈറ്റ് കളറിൽ കാണുന്നതൊക്കെ ഷാർക്കാണ്. ഇതിനകത്ത് ബ്ലാക്ക് കളറിലെ ഫിഷും ഉണ്ട്, പക്ഷേ നമുക്കത് ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. വെള്ളം തെറിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇത് ഇവിടെ നേരത്തെ കിളികൾ ഉണ്ടാക്കിയൊരു കൂടാണ്. ഇതിനകത്ത് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വേറെ വലിയ കിളി വന്ന് കുത്തി താഴിട്ട് ഒരെണ്ണത്തിനെ രക്ഷിക്കാൻ നോക്കി, പക്ഷെ പിന്നെ അതിനെ കണ്ടില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് കൂട് വെച്ചതാണ്. ഇതിനകത്ത് കിളി ഇതേ കാറിൽ വന്നിരിക്കുന്നുണ്ട്. ഇന്നാളൊരു ദിവസം ഞാൻ കാറ് വിട്ടപ്പോഴും ഈ കിളി ഇതിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.